ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ബാനാസുര സാഗർ ഡാമിൻ്റെ അവിടെ വീണ്ടും എത്തി. ഇവിടെ ബാനാസുര സ്പൈസസ് ആൻഡ് ആയുർവേദിക് ഗാർഡനിലാണ് വന്നിരിക്കുന്നത്. സോ ഇവിടെ നിന്ന് നമുക്ക് നല്ല ഫ്രഷ് സ്പൈസസ് മേടിക്കാൻ കിട്ടും. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് സ്പൈസസിൻ്റെ ഗാർഡൻ ഉണ്ട്, അതും കൂടെ നമുക്കൊന്ന് കയറി കാണാം. സോ നിങ്ങൾക്ക് ഗാർഡൻ്റെ കാഴ്ചകളിലോട്ട് കൊണ്ടുപോകാം. First time you see, no? Okay, this is called lady shoe flower. Ladies shoe flower. Because the shape of this flower is same like a lady shoes, no? That's why it's called a lady shoe flower. Just for a decoration purpose, that's all. Okay? സോ ഫ്രണ്ട്സ്, ഇവിടെ നിന്ന് നമുക്ക് ഗൈഡോട് കൂടിയാണ് നമ്മൾ ഗാർഡൻ്റെ അകത്ത് കയറുന്നത്. ഇതിൻ്റെ പേര് ലേഡി ഷൂസ് ഫ്ലവർ എന്നാണ്. കാരണം അതിൻ്റെ ആ ഒരു ഷേപ്പ് വെച്ചിട്ടാണ് അവർ പറയുന്നത്. എത്ര തരം കുരുമുളക് നമുക്ക് ഒരു ഇതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നറിയോ? How many types of pepper? No. We can make 3 type of peppers from this one seeds. Okay. See, now this ready now for making the. See how many types of the peppers? There's one green pepper, black pepper, white pepper. 3 types. Okay. എക്സ്ട്രാ ബാറ്ററി എടുത്തിട്ടില്ല, അല്ല മെമ്മറി കാർഡ്. സോ ഫ്രണ്ട്സ്, ഇതിൻ്റെ അകത്ത് കയറുന്നതിന് നമുക്ക് പാസ്സുണ്ട്. ഏകദേശം 100 rupees പാസ്. സോ അതെടുത്തിട്ട് കയറുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഗൈഡ് സപ്പോർട്ട് ഉണ്ട്. നമുക്ക് അവിടുത്തെ സ്പൈസസിൻ്റെ കൾട്ടിവേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവർ പറഞ്ഞു തരും. എൻ്റെ ഗോപ്രോ ചാർജ് തീരാറായി. ചാർജില്ല, മെമ്മറി കാർഡ് ഫുള്ളാറായി. സോ ഞാനൊരു മെമ്മറി കാർഡ് എടുക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു. ഗാർഡൻ്റെ എൻട്രൻസ്. So there is a small flower will come, small flower. Then after the flowering, this small vanilla beans will come out. When it is ready, we will remove and processing and taking out the essence of the vanilla. That vanilla essence we are using in the food. ഫ്രണ്ട്സ്, ഇത് വാനിലയാണ്. വാനിലയുടെ ഇത് പടർത്തിയാണോ അവിടെ എടുത്തേക്കുന്നത്? സോ ഇതാണ് വാനില. ഇതൊരു ക്രീപ്പർ ടൈപ്പാണ്. സോ ഈ മരത്തിൽ അത് പടർത്തിയൊക്കെയാണ്. Okay, this is bamboo. Everybody knows, right? You know what is the name of this bamboo? This type of bamboo? It's called Buddha belly bamboo. Buddha belly bamboo. Because of the shape of this bamboo is like this, no? So it's called a Buddha belly bamboo. Just for a decoration, show. That's all. Foreign culture. അതൊരു ഷോ ഫ്ലവർ ആണ്. സോ ഇതൊരു ബാമ്പു ആണ്. ഇതിൻ്റെ പേര് ബുദ്ധ ബാമ്പു ആണ്. കാരണം ബുദ്ധയുടെ ബെല്ലി ടൈപ്പാണ് വന്നിരിക്കുന്ന ഈ ഒരു ഭാഗം. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് ബുദ്ധ ബാമ്പു എന്നാണ്. ഇത് ജസ്റ്റ് ഒരു ഷോയ്ക്ക് വയ്ക്കുന്ന ഒരു ഫ്ലവറാണ്. പ്രത്യേകിച്ച് നെയിമൊന്നും പറഞ്ഞില്ല. ഇത് സിനമൺ പ്ലാന്റ്സ് ആണ്. അതിൻ്റെ തന്നെ നമുക്ക് ഇതാ ബേ ലീഫും കാണാം. ഇത് കോഫിയാണ്, കോഫി ബീൻസിൻ്റെതാണ്. വേറെ എന്തൊക്കെയുണ്ടെന്ന് അറിയത്തില്ല, എന്തായാലും പോയി നോക്കാം. നമ്മളിപ്പോൾ 8 പേരുണ്ട്. 8 പേർക്ക് ഏകദേശം 400 rupees ആയിട്ടുണ്ട് ടിക്കറ്റ്. ഇതാണ് നമ്മൾ കർപ്പൂരം ഉണ്ടാക്കുന്നത്. We'll get some stain from this stem. After the processing that we are making the white karpura, white camphor. Okay. സോ ഇത് ക്യാംഫർ മരമാണ്. ഇതിൽ നിന്നാണ് നമുക്ക് വൈറ്റ് കർപ്പൂരം ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ ഈ സ്റ്റെം എടുത്തിട്ട് എന്തോ പ്രോസസ്സൊക്കെ ചെയ്തിട്ടാണ് ക്യാംഫർ അവരുണ്ടാക്കിയെടുക്കുന്നത്. വൈറ്റ് ക്യാംഫറാണ്. സോ അതിൻ്റെ ഇലയിൽ തന്നെ നമുക്ക് ആ ഒരു കർപ്പൂരത്തിൻ്റെ ആ ഒരു മണമുണ്ട്. Okay, this coffee plant, everybody knows, right? This plant, everybody using the coffee? Everybody drinking coffee, right? Which coffee? Nescafe, brew coffee, different type of coffees we are using, right? Okay,
Firstly, one of the white flower will come with good aroma, good smell, one like our jasmine smell. Okay. Then after a few days, it will be fell down. Then smell green coffee seeds will come out. Okay. Then when it is ready, the color will be turned to red color, fully red. See there, everywhere there is a red color beans it comes. No, it's ready now. We'll pluck it out and put it in the sunlight. After a few days, it will be dry. Then we will break it. Inside we will get coffee seeds. This one like this. Okay. Then after the dry, again we are roasting. Then only we will get the smell of the coffee. Only after the roasting. Okay. Then we are using make powder. That's the pure coffee powder. But in the open market, we have getting the coffee with mixed with some of the chicory and other some flavors. That's depend upon every company's trademark and all. Okay. This is the way we are making the pure coffee powder. സോ ഫ്രണ്ട്സ്, ഇതാണ് കോഫി ട്രീ. ഇതിൽ നിന്നാണ് കോഫി ഉണ്ടാക്കി എടുക്കുന്നത്. പല പ്രോസസ്സ് കഴിഞ്ഞ് ലാസ്റ്റ് റോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്മെല്ല് വരത്തുള്ളൂ എന്നാണ് പറയുന്നത്. No, Sarva Sugandhi. So it's called all spices plant. Also, we will get 7 flavors from this one plant. What is the use of this one? We are yes, and there is a small seed also will come. That seed and the leaf both will make it dry and making powder. That's the biggest garam masala. You can use it in biryani, making biryani, whatever it is, you can. Okay. ഗൈസ്, ഇതാണ് ഗരം മസാല പ്ലാന്റ്, ഓൾ സ്പൈസസ് പ്ലാന്റ്. ഇതിൽ ഒത്തിരി മണങ്ങൾ ചേർന്നതാണ്. എൻ്റെ ലീഫ് എടുത്ത് മണക്കുമ്പോൾ തന്നെ നമുക്കറിയാം, നമുക്ക് കൺഫ്യൂഷനോ ഇത് എന്തിൻ്റെ മണമാണ്. ശരിക്കും ഇത് ഓൾ സ്പൈസസ് പ്ലാന്റ് ആണ്. It's called a beech tree or white teak or beech tree. This name. Okay. It's an Ayurvedic medicinal plant. Making medicine for all type of our unwanted fat, overweight, cholesterol, obesity, everything we can burn out from our body without any exercise or food control. We can reduce our body weight by using of this plant medicine. ഇവിടെ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് ഗൈസ്. എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. ഇവിടെ നയിച്ചായിട്ടും പറഞ്ഞു തരുന്നുണ്ട്. ഇത് ലെമൺ ഗ്രാസ്, പുൽത്തൈൽ ഉണ്ടാക്കിയെടുക്കുന്ന മരം ചെടിയാണ്. ഇത് പുൽത്തൈൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ ധാരാളമായിട്ട് കാണാൻ പറ്റുന്നതാണ്. പിന്നെ ഇത് വാറ്റിയിട്ടാണ്, ഇത് പ്രോസസ്സ് ചെയ്തിട്ടാണ് പുൽത്തൈൽ ഉണ്ടാക്കുന്നത്. ലെമൺ ഗ്രാस ऑयल का प्लांट है ये वाला. तो ये ना इसको ये लीफ प्रोसेसिंग करके हम जो लेमन ग्रास बनाएंगे. एंड दिस लेमन ग्रास इज वेरी गुड फॉर क्लीनिंग आवर फ्लोर एंड टॉयलेट एंड एवरीथिंग. वी विल गेट गुड स्मेल एंड no birds, mosquito bugs or anything will not come inside our house in the room. ഇതാണ് പുൽത്തൈലം. ലെമൺ ഗ്രാസ് ഓയിലൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് പുൽത്തൈലം. Okay. Arshana. Arshana. ಅಷ್ಟು ಹೈಟ್ ಇರಲ್ಲ ಅವ್ರಂಗ. ಅರ್ಶನ ಚಿಕ್ಕದು, ಅಲ್ಲಿ ಕೆಳಗಡೆ ನೋಡಿ, ಅಲ್ಲಿ ಇದೆಯಾ ಚಿಕ್ಕದದು, ಚಿಕ್ಕದಿಲ್ಲ, ಅದೇ ಅರ್ಶನ. ಸಿಮಿಲಾರಿಟಿ ಇದೆಯಾ, ಬಟ್ ನಾಟ್ ಇನ್ ದ ಸೈಜ್, ಓನ್ಲಿ ಇನ್ ದ ಶೇಪ್ ಆಫ್ ದಿಸ್ ಲೀಫ್. ಓಕೆ, ಎನಿಬಡಿ ನೋಸ್ ಅಬೌಟ್ ದಿಸ್ ಪ್ಲಾಂಟ್? Nobody don't know. Okay, but this one everybody using every day. ഏലക്കയാണ്. ഏലക്ക. It's called cardamom. Cardamom. See, every cardamom plant have 2 roots. Okay, one will go down for supporting of this plant, and another one will come out. That's called the aerial root. These are the aerial root. See, these are the aerial root. In the aerial root, firstly, one of the white flower will come something like this. Okay, then after a few days it will fall down. Then after that, a small cardamom will come out. See this one. See, there is the cardamom. See, Okay. it's coming like. It will get dried and then fell down. Then No. For getting ready, it will take almost 45 days. Then after that, we will pluck it out and put it in the dryer. It will not dry in the sunlight. So we are using a special dryer for drying this one. Then after the dry, we are using. But everybody must be know about the checking the quality of the cardamom. You know how to check the quality of the cardamom? no.
Okay, not in the smell. Smell is one part. Must be in the size. Yeah, in the size. The first quality is coming 7 mm, 8 mm is the first quality. That's in the diameter, millimeter. Okay, and 7 mm, 8 mm is the first quality and must be in the green color and must be solid. If it is not solid, there is no seeds inside, right? So must be solid and green color and in the bigger size. This That is three the way. first quality. Eh? First That is quality. the first quality items. Okay. No clear? യെസ് What do you call that? Aerial root. Aerial root. See, this is turmeric, Vayanadan turmeric. ಟರ್ಮರಿಕ್ Vayanadan turmeric aldi is the most powerful turmeric in the world. കേട്ടിട്ടില്ല വയനാടൻ മഞ്ഞൾ എന്ന് വയനാടൻ മഞ്ഞൾ മുറിച്ച പോലെ എന്നുള്ള പാട്ടം കേട്ടിട്ടില്ല കേട്ടിട്ടില്ല ഓക്കെ This one, this one. That's what the small one. See this one. ಅಲ್ಲಿ ಬಿದ್ದಿತ್ತು Arshana. Oh, manjal is called arshana. മഞ്ഞൾ called arshana. ಕೆಳಗಡೆ ಇರ್ತವೆ ಕೆಳಗಡೆ ಇರ್ತವೆ ഫ്രണ്ട്സ് അത് വയനാടൻ മഞ്ഞളാണ്. ಅಡೂಸಿಸ್ ಗೊತ್ತಿಲ್ಲ ನಿಮಗೆ ಕೇಳಿಲ್ಲ ಅಡೂಸಿ ಅಡೂಸ ವಸಿಕಾ ಆಡಾತೋಡ ಇಸ್ ದ ಬೊಟಾನಿಕಲ್ ನೇಮ್ ಆಫ್ ದಿಸ್ ಪ್ಲಾಂಟ್ ವಸಿಕಾ ಆಡಾತೋಡ ಆಡಾತೋಡ ಮೀನ್ಸ್ ಇನ್ ತಮಿಳ್ ಆಡಾತೋಡ ಮೀನ್ ಸಿ ಆಲ್ ದ ಲೀವ್ಸ್ ವಿಲ್ ಈಟ್ ದ ಶೀಪ್ ಬಕ್ರಿ ಆಡು ಎಲ್ಲ ಎಲೆ ತಿನ್ನು ಬಟ್ ದಿಸ್ ಒನ್ ವಿಲ್ ನಾಟ್ ಈಟ್ ದಟ್ಸ್ ವೈ ಇಟ್ಸ್ ಕಾಲ್ಡ್ ಆಡಾತೋಡ ವೈ ಇಟ್ ಕೆನಾಟ್ ಈಟ್ maybe it's too much bitter no that's why maybe I don't know why they are not eating. Okay, forget. And using this medicine for cough, cold, asthma, allergy, bronchitis, like that, all type of the chest disease can cure by using of this one. Okay, now. So this one, adusi. ಏನಾದ್ರು ಇರುತ್ತಲ್ಲ ಇದನ್ನು See this small plant. It's called stevia. Stevia, you know? Stevia, sugar. Sugar. Stevia. Okay. Sugar diabetic patients instead of sugar ആണ് this one. This one instead of sugar. അതായത് ഡയബറ്റിക് പേഷ്യൻസിന് മധുരത്തിൽ ഷുഗറിന് പകരമായിട്ട് ഇതിൻ്റെ ഇല പൊടിച്ചിട്ട് ഇട്ട് കഴിച്ചു കഴിഞ്ഞാൽ 32 ടൈംസ് ഷുഗറിൻ്റെ ഇത് കിട്ടും. അതുകൊണ്ട് വളരെ ചെറിയ അളവിൽ ചായയിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കാപ്പിയിൽ ഇതിലൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദേ ക്യാൻ യൂസ്. മെഡിക്കൽ സ്റ്റോറിൽ കിട്ടും. യെസ്, സ്റ്റീവിയ പൗഡർ. See this one called Vitex. Vitex negunda is the botanical name of this plant. Okay, we are using this leaf and the bark, both will put it in the oil and processing that oil for all type of our body pain, like a joint pain, muscle pain, back pain, knee pain, all the pain we can cure by using of this oil. This plant's name called Vitex. In our local language, Kerala, Malayalam, Karinechi. അത് ബട്ടർഫ്ലൈ ഫ്ലവർ. ഇത് നിറയെ പൂവായി കഴിയുമ്പോൾ നിറയെ ബട്ടർഫ്ലൈസ് ഇവിടെ വരും. Oh, butterflies attract in the flower. ഓക്കെ, സി അനദർ വൺ ഈസ് കോൾഡ് അയ്യപ്പന. Epitorium ayyapana is the botanical name of this plant, ayyapana. Making medicine from this plant for piles, fistula, fissure, like that, all type of the this मूलव्याधि उसके लिए जो मेडिसिन बनाते हैं चीज़. Okay, it's called serpentina, sarpagandha, serpentina, like that. This is one. So and also an Ayurvedic medicinal plant, making medicine for all type of our skin disease. Like psoriasis, eczema, itching, white patches, black patches, that everything we can cure by using these medicines. Okay, everybody like the chocolate, right? You know how to make the chocolate? No. Don't know. That's cocoa powder. Powder? ಯಾವ ಥರ powder ಅದು? ಎಲ್ಲಿ cocoa powder. Okay, you know the cocoa plant? Yeah. That's all are the cocoa plants. Where? Yeah, ಅದು വലിയ ಎಲೆಯಿಲ್ಲ, that one. Flower ಬರೋಲ್ಲ. See, there is a small baby. ಅಲ್ಲಿ ಟೇಸ್ಟ್ ತರ ಬರುತ್ತೆ. ಬ್ಯಾಗ್ ಇದು ನೋಡಿ, ಇಲ್ಲಿ ಕೆಳಗಡೆ ನೋಡಿ, ಅಲ್ಲಿ ಸ್ವಲ್ಪ ಚಿಕ್ಕದು ಇದು ಬಂದಿದೆಲ್ಲ ಫ್ರೂಟ್ಸ್. ಓಕೆ, ഫ്രണ്ട്സ് ഇതാണ് ചോക്ലേറ്റ് ഉണ്ടാകുന്ന കൊക്കോ ട്രീ. ആ ദിസ് ಡ್ರೈ ಒನ್ ಇದ್ದಾರೆ ನೋ ಹಿಯರ್ ದಿಸ್ ಒನ್
But take that on. Huh? No, I don't. I'll keep he's looking at that side. He's looking. Monkey eaten already. Oh. Monkey destroying every fruits here. No? അത്രയും വലുതാവോ അതല്ലോ ആ അത്രയും വലുതാവും. എന്നിട്ട് അതിന്റെ അകത്തായാന്നോ Okay, എന്നിട്ട് ഇപ്പോൾ now it's getting got a red yellow color, no? It's ready. Now we'll remove, break it and break it. Inside we will get, firstly we will get the butter, cocoa butter. Okay? This cocoa butter mainly we are using for making the white chocolate, mixing with milk and sugar and all, and making the white chocolate. Okay? Then inside the butter there is a small seeds. That seeds will make it dry and making powder. That's called cocoa powder. This cocoa powder mainly using for the dark chocolate. And the cocoa powder is a healthy drink, and we can make many of the different type of the food from the cocos. Okay. Insulin plant. Okay, this is a medicine for the diabetic patients. ഉണ്ടാക്കുന്നതല്ലയോ ഒരു ഇലയിൽ മാത്രമായിട്ട് ഒരിക്കലും ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കാറില്ല. പക്ഷേ പെർട്ടിക്കുലർ റേഷ്യോസ് മിക്സിങ് അങ്ങനെ പല ഐറ്റംസ് കൂട്ടിയിട്ടാണ് നമ്മൾ ഇതിൻ്റെ ഇത് ഉണ്ടാക്കിയെടുക്കുക, മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുക. ഇത് ശരിക്കും സൂം ചെയ്ത് പിടിച്ചോ. ഇത് കണ്ടോ? ഇത് അല്ലല്ല, ഇതിന്റെ പേരാണ് തിപ്പലി. തിപ്പലി ഇതാ കണ്ടോ, നല്ല ತಿಪ್ಪಲಿ 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 ಹಂಗೆಲ್ಲ ಹೇಳ್ಬೋದು. ಅಂದರೆ ಇದ್ರು ನಾವು ಅಷ್ಟಚೂರ್ಣ ಕೇಳ್ಪಟ್ಟಿದ್ದ ಮಾಲೂಮ ಎನಿಬಡಿ ನೋಸ್ ಅಷ್ಟಚೂರ್ಣ ಚೂರ್ಣ 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 ಮೀನ್ಸ್ ಪೌಡರ್. ಅಷ್ಟಚೂರ್ಣ ಮೀನ್ಸ್ 8 items mixed one of the powder for all type of our stomach problem like gastric, acidity, constipation, digestion problem, chest burning, everything we can cure by using of this powder. This is that Chawanprash kind of. not chawanprash. It's only churna means powder. It's a powder. Hing vajadi means hing, pepper, tulsi, then dry ginger, and this one and another some medicine also mixing with this one. Okay, and this one shadaveri. You know shadaveri? കേട്ടിട്ടുണ്ട്. asparagus. ഓ അതാണോ? അത് തന്നെ asparagus. മലയാളത്തിൽ എനിക്കറിയത്തില്ല. മലയാളത്തിലുള്ള ശതാബരി എന്ന് പറഞ്ഞാൽ അറിയില്ല, അയ്യോ ഇംഗ്ലീഷിൽ പറഞ്ഞ് മനസ്സിലായി. ഓക്കെ ഓക്കെ ഫോർഗെറ്റ്. ഈ ശതാബരി ഇതാണ് ശതാബരി. ಗೊತ್ತಾ ನಿಮಗೆ ಶತಾವರಿ ಗೊತ್ತಾ? ಆಸ್ಪೆರಗಸ್ ಗೊತ್ತಾ? Asparagus. You heard about the asparagus, no? See, we are using only the roots of this asparagus. Yes. Salad ഉണ്ടാക്കും. But this is mainly this medicine for all type of the menstrual problems. Like for all type of the gynecological problems. For girls. Yes, and also totally it's refreshing the uterus and ovary systems, gynecological system, and all the problems can cure by using of these medicines. This one called Keshakandi. ഇതാണ് കേശകാന്തി എന്ന് പറഞ്ഞ ചെടി. കേശകാന്തി എണ്ണാന്ന് This is called Keshakandi. Okay. Processing. We are using this leaf and mixing with some other medicines like our this one indigo, Nilambari indigo, and some other medicines also, and processing that oil for all type of our hair problem, like our hair falling, hair splitting, premature grays, dandruff, and scalp psoriasis. Everything we can cure, and we will get back black thick hair by using of this oil. It's called wound setter. Muriguti എന്ന് പറയും മലയാളത്തിൽ. Muriguti, wound setter. Something happens in our body like any wounds. മുറിവ് wound setter. ഇപ്പോൾ 2-3 ലീഫ് എടുത്തിട്ട് നല്ലപോലെ സ്ക്വീസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് നമ്മുടെ മുറിവിന് പറ്റി കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഇറ്റ് വിൽ ബി ക്യൂർ. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ നാച്ചുറൽ ആൻറ്റിബയോട്ടിക്. Come on. See this small plant. ഏതാ ചെറുതോ? അയ്യോ അത് ഭയങ്കര സാധനമാണത്. മീൻസ് ഭയങ്കര പവർഫുൾ ആണ്, ഹൈജീൻ ആണ്. പിന്നെ മോർ ദാൻ തുളസിനേക്കാൾ ഭയങ്കര ഹൈജീനുള്ള സാധനമാണ്. ലേഡീസ് ഒന്നും അതിൻ്റെ അടുത്ത് സന്ധ്യയ്ക്ക് പോയി പറിക്കാൻ പാടില്ല. പിന്നെ പീരീഡ്സ് ആയ സമയത്തൊന്നും അതിൻ്റെ അടുത്തോട്ട് പോലും പോകാൻ പാടില്ല.
ഇതിന്റെയോ? ആ ഇതിന്റെ അരുത എന്നാ അതിന്റെ പേര്. അരുത ഓ ഭയങ്കര പവർഫുൾ ആണ്. മൈഗ്രെയിൻ, ഹെഡേക്ക്, സൈനസൈറ്റീസ് അങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം ആയുർവേദത്തിന് മരുന്നുണ്ടാക്കുന്ന ഇതാണ്. അതിന്റെ ആർക്കെങ്കിലും എനിബഡി ഹാവ് മൈഗ്രെയിൻ, ഐ വിൽ ഷോ യു ദ പവർ ഓഫ് ദിസ് പ്ലാന്റ്. anybody have migraine? You have? ഐ വിൽ ഷോ യു. that much. Just to smell my hands. You just touch it. So powerful. Smell is so powerful. ഇങ്ങനെ ഇഷ്ടം ഭയങ്കര ഹാർഡല്ലേ? പാമ്പ് വരില്ല. ഇതിനടുത്ത് വെച്ച് പാമ്പ് വരില്ല. പാമ്പ് വരില്ല. പിന്നെ ഇത് ഇതുപോലെ മെഡിസിന് ഭയങ്കര പവർഫുൾ ആണ്. മൈഗ്രെയിൻ യൂസ് ചെയ്യുന്ന ഇതില്ലേ? മൈഗ്രെയിൻ, ഹെഡേക്ക്, സൈനസൈറ്റിസിനൊക്കെ നല്ലൊരു സൈനസ് നല്ലോ. യെസ് യെസ് സൈനസിന് അരുത റുത്ത. ഓയിൽ യെസ് യെസ് അതിന്റെ പേര് ബൊട്ടാണിക്കൽ നെയിം വന്നിട്ട് റുത്ത ഗ്ലാബിയോലൻസ് എന്ന് തന്നെ പറയാം. റുത്ത ഗ്ലാബിയോലൻസ്. ഓക്കെ, ഇറ്റ്സ് എ വെരി പവർഫുൾ plant and it's very hygiene plant. We had a very big plant before, but somebody's removed the leaves and അത് ഉണങ്ങി പോകും. ഉണങ്ങി പോകും, പിന്നെ കരിഞ്ഞു പോകും. അങ്ങനെ കറക്റ്റ് 6 മാസം അല്ലല്ലല്ല അങ്ങനല്ല. ഒരു കണ്ടുണ്ടായി കഴിഞ്ഞാൽ പിന്നെ അത് പെട്ടെന്ന് ഉണങ്ങി പോകും. ഇല്ലില്ല. ഹൈജീനാണ് സംഭവം. ഇത് ലേഡീസ് ഒന്നും പോയി അതിന്റെ ഇല പറിക്കാൻ പാടില്ല. പിന്നീട് സമയത്ത് ഒട്ടും പോകാൻ പാടില്ല. അതിന്റെ അടുത്തോടെ പോലും പോകരുത്. രണ്ടാം സന്ധ്യയ്ക്ക് ശേഷം പോയിട്ട് ഇല മുങ്ങാൻ പാടില്ല. തുളസിനേക്കാൾ ഹൈജീനാണ് സംഭവം. അതുകൊണ്ടാണ് പെട്ടെന്ന് ഉണങ്ങി പോകുന്നത്. നമ്മൾ മാറ്റി നട്ടതുണ്ടായി പിന്നെ ഒന്ന് മാറ്റിനട്ടെന്ന് അതിന് നമ്മൾ സാറിന് കുറച്ചുകൂടി വലുതാക്കാൻ പറ്റില്ല. ഒരു കവറൊക്കെ ഉണ്ടാക്കി വെക്കും. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഇവിടുത്തെ ഷോപ്പിലെത്തിയിട്ടുണ്ട് സ്പൈസസ് പർച്ചേസ് ചെയ്യാനുള്ള. ഇതാണ് ഷോപ്പ്. മിക്സൊന്നും ഇല്ലാത്ത നല്ല പ്യുവർ സ്പൈസസ് ഇവിടെ പർച്ചേസ് ചെയ്യാൻ കിട്ടും. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ഒരു വയനാട് വ്ളോഗ് ഇഷ്ടമെങ്കിൽ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പുതുപുത്തൻ ട്രാവൽ വീഡിയോസ്, റിവ്യൂ വീഡിയോസുമായിട്ട് ഞങ്ങൾ ഉടൻ വരുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു സെറ്റ് ഓഫ് വീഡിയോയ്ക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, എന്തെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കമൻറ്റ് ഡ്രോപ്പ് ചെയ്യണം തീർച്ചയായിട്ടും. കൂടാതെ നിങ്ങൾക്ക് ഇനി ഞങ്ങളുടെ അടുത്ത വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലവും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അവിടെ പോകുന്നതായിരിക്കും. സോ പുതുപുത്തൻ വീഡിയോസുമായി നമ്മൾ ഉടൻ കാണുന്നതാണ്. അതുവരേക്കും സീ യു, ബൈ.